guys, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സിമ്പിൾ ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ ഹെയർ ഫോൾ ഉള്ളവർ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളവർ, ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്തിരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഹെയർ ഫോൾ ഇൻക്രീസ് ആവുന്നതെന്നൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക. എന്നിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. അത് ഓവർനൈറ്റ് വെച്ചേക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഒരു പാത്രത്തിൽ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഉലുവ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസൊക്കെ അതിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലിരുന്ന് തന്നെ തണുത്താൽ മതിയാവും. ഇത് എന്നിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. ഈ ഒരു കളറിൽ വേണം വെള്ളം കിട്ടാനായിട്ട്. എന്നിട്ട് ഒരു സ്പ്രേ ബോളിലോട്ട് മാറ്റിയിട്ട് വേണം ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. എപ്പോഴും പറയുന്ന പോലെ ഹെയറിലൊരു 2-3 ഡ്രോപ്പ് ഓയിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്ക് തലയിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ വേറെ ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തത്. ഹെയർ ഒരുമാതിരി ഫ്രിസി ആയിട്ടിരിക്കുമല്ലോ നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തത്. എന്നിട്ട് തലയിലോട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെറ്റർ യെസ്റ്റർഡേ നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിട്ട് ടുഡേ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ഹെയർ ക്ലീൻ ആയിരിക്കണം കേട്ടോ. എന്നാലേ ഹെയർ ഗ്രോത്ത് നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നമ്മൾ ഹെയർ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. ആഴ്ചയിൽ 1-2 തവണ ഹെർബൽ ഷാമ്പുവോ അതുപോലെ തന്നെ താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയറിലുള്ള ഡേർട്ടും പൊല്യൂഷനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു പാക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. ഈ ഒരു വാട്ടർ ഹെയറും അതുപോലെ തന്നെ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വാട്ടർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ, അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളുണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഫേസിലോട്ടായിപ്പോയാലും കുഴപ്പമില്ല, നമുക്കിത് ഫേസിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു വാട്ടറാണ്. ഇതൊരു 1 മന്തൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ളവർ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ളവർക്ക് ഒരു 1 മന്തെങ്കിലും റിസൾട്ട് എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മുടിക്ക് കൊടുക്കേണ്ട അത്യാവശ്യ കെയറിങ് ആണ്. അതുണ്ടെങ്കിലേ മുടി നല്ല ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഇത് ഹെയറിലോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് 2-3 മിനിറ്റേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയറിലോട്ടൊക്കെ അതൊന്ന് പെനിട്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് അങ്ങോട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ്സൊക്കെ ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഇതൊന്ന് ഇങ്ങനെ മുടി ചുറ്റിക്കെട്ടി വയ്ക്കുക. എന്നിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഒക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് വീഡിയോ വേണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.